പല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിലെ ഭാവാഭിനയ നടൻ മധുച്ചേട്ടൻ്റെ യൂട്യൂബിലില്ലാത്ത സിനിമകളെക്കുറിച്ചാണ്. ഇതിനു മുൻപ് നസീർ സാറിൻ്റെയും സത്യമാഷയുടെയും ജയൻചേട്ടൻ്റെയും സ്വാമിയേട്ടൻ്റെ എല്ലാം യൂട്യൂബിലില്ലാത്ത സിനിമകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് മധുച്ചേട്ടൻ്റെ യൂട്യൂബിലില്ലാത്ത സിനിമകളെക്കുറിച്ച്. അതിലൊന്നാണ് യുദ്ധകാന്ഡം. യുദ്ധകാന്ഡം അന്നത്തെ സമയത്ത് വിജയിച്ച പടമാണ് മധുച്ചേട്ടൻ്റെ. അത് നിരൂപകരുടെ ഏറെ പ്രശംസ നേടിയ സിനിമയാണ്. ഒരുപാട് ആൾക്കാർ അന്നത്തെ കോഴിക്കോട് സിനിക്ക് ഇവരൊക്കെ നല്ല അഭിപ്രായം എഴുതിയ പടമാണ് യുദ്ധകാന്ഡം. അതിലൊരു നല്ലൊരു കഥാപാത്രമാണ്, നല്ലൊരു അതിൻ്റെ പേര് പറയും, ഉത്തമൻ എന്നായിട്ടാണ് അതിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. യുദ്ധകാന്ഡത്തിലെ ഉത്തമൻ അങ്ങനെ എന്തോ ആണ് കഥാപാത്രം. കുറേ ആൾക്കാർ നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ട് എഴുതുന്നു മധുവിൻ്റെ നല്ല അഭിനയം എന്ന് പറഞ്ഞിട്ട്. വിജയിച്ച പടം. ഇതിൽ നല്ലൊരു പാട്ടുമുണ്ട്, ശ്യാമസുന്ദര പുഷ്പമേ എന്ന് പറഞ്ഞൊരു പാട്ട്. അതൊരു സാഡ് സോങ്ങാണ്. അന്നത്തെ കാലത്ത് റേഡിയോയിൽ എപ്പോൾ ഉണ്ടാവും. ശ്യാമ തോന്നുന്നു അതിൻ്റെ സംഗീതം. പിന്നെ ധീരസമീര യമുനാ തീര എന്ന് പറഞ്ഞിട്ട് അത് മധുച്ചേട്ടൻ തന്നെ നിർമ്മിച്ച പടം തോന്നുന്നു. അതിലാണ് ടി.പി. മാധവൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഗൾഫിൽ നിന്നെല്ലാം വന്നിട്ട് ആ മധുച്ചേട്ടനെ പരിചയപ്പെട്ടിട്ട് മധുച്ചേട്ടന് റോള് കൊടുത്തത്. അതിൽ ഒരു നല്ല പാട്ടുമുണ്ട് ടി.പി. മാധവൻ, ഒരു സാമിയ പോലായിട്ട്, സാമിയാന്ന് തോന്നുന്നു. അതിൽ ധീരസമീരേ യമുനാ തീരെ എന്നെല്ലാം പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. വിധുവാലിയാണ് നായിക. പിന്നെ നല്ലൊരു പാട്ട് അതിലുണ്ട്, അമ്പിളി പൊന്നമ്പിളി നിന്നിട്ട് നല്ലൊരു പാട്ടാണ്. പാടാൻ അത്ര ഇറ്റല്ല. അതിൽ ഒരു സുഹൃത്ത് ഇതിൽ അതിൻ്റെ കഥ പറയാൻ പറഞ്ഞു. ആ കഥ അതെല്ലാം മറന്നുപോയി, ശരിക്കും ഓർമ്മയില്ല. പിന്നെ ഒരു പടം ആരാധന മധുച്ചേട്ടൻ്റെ. അത് ഞാൻ കണ്ട പടമാണ്. അത് ഒരു റിലീസ് ചെയ്യുന്ന ദിവസം തന്നെ പോയിട്ട് കണ്ടിന് വെള്ളിയാഴ്ച. പക്ഷേ തിയേറ്ററിൽ ആരുമില്ല, 10-15 ആളായിട്ടുണ്ടായി. പടം സൂപ്പർ ഫ്ലോപ്പാണ്. സിനിമയുടെ പേര് ആരാധന. അതിൽ നല്ല പാട്ടുണ്ട്, ആരാരോ ആരിരോ അച്ഛൻ്റെ മോളാരോ അമ്മക്ക് നീ തേനല്ലേ ആയിരവല്ലി പൂവല്ലേ. ബഹദൂറിലുണ്ടായില്ല. ബഹദൂർ ഒരു ടോയ്സെല്ലാം വെക്കുന്ന ആൾ. ശാരദയുണ്ട്, വിധുവാലിയുണ്ട് ഇതിൽ. പിന്നെ ഒരു പടം സൊസൈറ്റി ലേഡി, A.V. രാജിൻ്റെ. അത് മധുച്ചേട്ടൻ്റെ പടമാണ്. മധു വിൻസെൻ്റ്, ശാരദ നായിക. അതും പൊളിഞ്ഞ് പാളീസായ പടം. അത് ഇതിലില്ല, യൂട്യൂബിലില്ല. പിന്നെ ഒരു പടമാണ് അനുഭവങ്ങളെ നന്ദി, I.V. ശശിൻ്റെ. മധുച്ചേട്ടന് സോമേട്ടനെ അഭിനയിച്ച്. അനുഭവങ്ങളെ നന്ദി 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 അശ്രുകണങ്ങളെ നന്ദി നന്ദി എന്നിട്ട് പാട്ട്. കലൂർ ഡെന്നീസ് ആദ്യമായിട്ട് തിരക്കഥ എഴുതിയ പടം. അത് ഇതായ ഇവിടെ വരെയൊക്കെ ശേഷം വന്ന ടീമാണ്. മധു, സോമൻ, ജയഭാരതി ടീം. പക്ഷേ ഈ പടം വിജയിച്ചില്ല. കാരണം ആൾക്കാർ വിചാരിച്ച് ഇതായ ഇവിടെ വരെ പോലെ വിജയിക്കുന്നു പറഞ്ഞ പിക്ചർ കരുതിയത്. തുടക്കത്തിലുള്ള ആളുണ്ടായിരുന്നു, പിന്നെ പൊട്ടി പാടും. പിന്നെ അകലെ ആകാശ് എന്ന് പറഞ്ഞിട്ട് മധു, സോമൻ തന്നെ, I.V. ശശിൻ്റെ പടം. അത് യൂട്യൂബിലില്ല. അതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ അതിന് ഹിന്ദി പടമുണ്ട്, സ്വർഗ് നരക് എന്ന് പറഞ്ഞിട്ട്. അതിൽ ജിതേന്ദ്ര അഭിനയിച്ച റോളിൽ മധുച്ചേട്ടനും, വിനോദ് മേഹറയുടെ റോളിൽ സോമൻ, സഞ്ജീവ് കുമാറിൻ്റെ റോളിൽ അടൂർവാസി. അതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ മധു ആദ്യം നല്ല ആളും സോമൻ കള്ളുകൂടിയാണ്. വീട്ടിൽ വന്ന് ഭാര്യയിൽ ഉപദ്രവിക്കുന്നു. മധു നല്ലൊരു ഭർത്താവ്. ഇൻ്റർവെല്ലിന് ശേഷം പിന്നെ മധു കള്ളുകൂടിയനായി, സോമൻ പെട്ടെന്ന് നല്ല ആളായി. പിന്നെ സോമൻ വീട്ടിൽ തന്നെ ഭാര്യയോട് നല്ല സ്നേഹം കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കഥയാണത്. അനുഭവങ്ങളെ. പിന്നെ ഇത് അകലെ ആകാശം. പിന്നെ സരിത എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലില്ലാത്ത പടമാണ്. അത് മധു ചേട്ടന് മോഹൻ അഭിനയിച്ച പടമാണ്. മോഹൻ ഒരു വർക്ക്ഷോപ്പ് ഉടമയാണ്, മധു ഒരു വലിയ മലയാളി. അതിൻ്റെ ഞാൻ കണ്ട പടമാണ്. ഇന്ന് കഥ പറയാൻ ഇപ്പം കഴിയില്ല, കാരണം വെച്ചാൽ അതിൻ്റെ ക്ലൈമാക്സ് ഒന്നും ഓർമ്മയില്ല. നസീർ സാറിൻ്റെ പടം മാത്രമേ മനസ്സിൽ നിൽക്കുള്ളൂ. ബാക്കി മധുച്ചേട്ടൻ്റെയും ബാക്കിയുള്ള ആൾക്കാരുടെ പടമൊന്നും പണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതവിടെ എങ്ങനെയല്ലോ കണ്ടു തീർക്കില്ല. അരിഷ്ടം കുടിക്കുന്ന മാതിരി. സിനിമ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പോയി കാണുന്നത്. നസീർ സാറിൻ്റെ പടമില്ലാത്ത പടങ്ങൾ വരുമ്പോൾ നമ്മൾ പിന്നെ നസീർ സാറിൻ്റെ പടങ്ങളില്ലെങ്കിൽ പിന്നെ വേറെ പടങ്ങളില്ല എന്നുള്ള നിവൃത്തിയില്ലാത്ത സമയത്താണ് ഇവരുടെയൊക്കെ പടം കാണുന്നത്. അതിങ്ങനെ അരിഷ്ടം കുടിക്കുന്ന മാതിരി വേണം, മനസ്സോടെ കാണല്ലോ. അത് നമ്മൾ മറ്റേ സുഹൃത്തുക്കൾ, കുട്ടികളുണ്ടാവില്ല, പഠിക്കുന്ന കുട്ടികൾ നിർബന്ധിച്ചിട്ട് ഞാൻ പോകും മധുച്ചേട്ടനെല്ലാം പടത്തിന്. തുടക്കത്തിൽ തന്നെ പറയും ഞാൻ വരുന്നില്ല എന്ന് പറയും. അവർ വാ നല്ല പടമാണ് മധുവിൻ്റെ എന്തെല്ലാം പറഞ്ഞു പോകും. ഞാൻ ഇൻ്റർവെല്ലിന് ഇറങ്ങി നടക്കും. കാരണം അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു.
നസീർ സാറിൻ്റെ പടം കാണാൻ രസമുള്ളൂ. പിന്നെ കാണാനല്ല വിൻസെൻറ്റിൻ്റെ എല്ലാം പടം കാണാനുള്ളൂ. വിൻസെൻറ്റിൽ ഫൈറ്റ് ഉണ്ടാവും. പിന്നെ ജയൻ ചേട്ടൻ്റെത്, സോമേട്ടൻ്റെത്, ഇങ്ങനെയുള്ള പടമെല്ലാം മധുചേട്ടൻ്റെതും പിന്നെ മറ്റുള്ള രാഘവൻ ചേട്ടൻ്റെ പടമൊന്നും നമ്മൾക്ക് ദഹിക്കൂല അങ്ങനെ. അങ്ങനെ അത് ഒന്ന്. പിന്നെ ഒന്ന് മധുചേട്ടൻ്റെ സൂപ്പർ ഹിറ്റ് ഫിലിമാണ് തീക്കനൽ. അത് യൂട്യൂബിലില്ല. പിന്നെ റൗഡി രാജമ്മ മധുചേട്ടൻ്റെ പടം തന്നെ, മധു രാഘവനെല്ലാം അഭിനയിച്ച് ജയപ്രഭ നായി, അത് യൂട്യൂബിലില്ല. പിന്നെ ആ നിമിഷം ഐ വി ശശിൻ്റെ, അതിൽ രവികുമാറുണ്ട്. രവികുമാറുള്ളതുകൊണ്ട് ഞാൻ ആ പടം കണ്ടിരുന്നു. മധുചേട്ടൻ്റെ പടത്തിനങ്ങ് രവികുമാറുണ്ടെന്ന് പറഞ്ഞിട്ട് കാണാൻ പോയി. അപ്പോൾ രവികുമാർ അതിൽ നായകൻ, മധുചേട്ടൻ നല്ല റോളാണ്. 2 നായകന്മാർ എന്ന് പറയാം. അപ്പോൾ മധുചേട്ടൻ്റെ പടം പറയുമ്പോൾ അതും പറയണം. ആ നിമിഷം അത് ഹിറ്റ് ഫിലിമാണ് ഐ വി ശശിൻ്റെ. പിന്നെ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് മധുചേട്ടൻ്റെ ഒരു പടം കളിച്ചിട്ടുണ്ട്. 2 ദിവസം 3 ദിവസം കളിച്ചിട്ടുള്ളത്. ആ പടം പോസ്റ്റർ ഒട്ടിച്ച് കണ്ടിട്ട് പിന്നെ 2 ദിവസം കഴിയുമ്പോൾ പോസ്റ്ററൊന്നും കാണാനില്ല. അതിനുള്ള പാട്ടുണ്ട് അതിൽ, മനുഷ്യനിൽ മറന്നുപോയി പാട്ട്. പിന്നെ മുത്ത് എന്ന് പറഞ്ഞൊരു പടം കളിച്ചിട്ടുണ്ട്. അതും വിജയിക്കാത്ത പടം. അതിലത് വിമോക ശോക സ്മൃതികളുയർത്തി വീണ്ടും പൗർണമി വന്നു വിഷാദവീതിയിൽ മാത്രം വിരിഞ്ഞു വിഭജികേ നീ പാടൂ എന്നുള്ള പാട്ട്. നല്ല പാട്ട്. അത് മെയിൽ വോയിസും ഫീമെയിൽ വോയിസും ഉണ്ട്. മുത്ത് പടം പൊട്ടിയതാണ്. പിന്നെ അറബിക്കടൽ എന്ന് പറഞ്ഞിട്ട് ശശികുമാറിൻ്റെ പടമാണ്. മധു, രതീഷ്, പിന്നെ മോഹൻലാൽ അഭിനയിച്ച്. അത് യൂട്യൂബിലില്ല. പിന്നെ ഒരു ഓമനക്കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് പടം കഴിച്ചു. അത് സത്യം മാഷ ഓമനക്കുട്ടനുണ്ട്, മധുവിൻ്റെ ഓമനക്കുഞ്ഞ്. പടം പൊട്ടിയ പടം. പിന്നെ ഒരു പടമാണ് പിന്നെ നീതിപീഠം. പിന്നെ വിജയിച്ച പടമാണ്. ക്രോസ് ബെൽറ്റ് മണിൻ്റെ പടമാണ്. പക്ഷെ അത് നീതിപീഠം വിജയിച്ചു. മധുചേട്ടൻ വലിയ താടിയിൽ വെച്ച് ഭ്രാന്തൻ്റെമായൊരു കയ്യിൽ പാട്ടെല്ലാം പാടുന്ന ഒരു റൗണ്ട് എന്തോ ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ട് പാട്ട് പാടുന്ന ഒരു സീന് പിന്നെ പോസ്റ്ററിൽ ഒരു ഭ്രാന്തനെ പോലെ. അത് വിജയിച്ചിനെ പാടും. പിന്നെ ജലതരംഗം തൊട്ട് പൊട്ടിയ പാടും. പി ചന്ദ്രകുമാർ എന്ന് തോന്നുന്നു ഡയറക്ടർ. മധു വിൻസെൻറ്റ്. അതിൽ നല്ലൊരു പാട്ടുണ്ട്. സഖി സഖി ചുംബനം എന്നിട്ടൊരു പാട്ട്. സഖി സഖി അങ്ങനെ എന്തോ വന്നു. സഖി സഖി ചുംബനം എന്നിട്ടൊരു പാട്ട്. അന്നത്തെ കാലത്ത് ഒരു ഹീറ്റ് പാട്ടായിരുന്നു. പടം ഫ്ലോപ്പാണ്. ഇതൊക്കെ മധുചേട്ടൻ്റെ യൂട്യൂബില്ലാത്ത പടങ്ങൾ. ഇനിയും ഉണ്ടാവും, കുറേ ഒരുപാടുണ്ടാവും. പക്ഷേ നമ്മുടെ കാലത്ത് ഏകദേശം ഞാൻ ഓർമ്മിച്ചിട്ട് പറഞ്ഞത്. ഓക്കെ.